ഇന്നത്തെ വീഡിയോയിലൂടെ എന്താണ് മാനുവൽ മോഡ് എന്നും അതെങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതും നോക്കാം. നമ്മുടെ ലൈഫിൽ ഫോട്ടോഗ്രാഫി ആണെങ്കിലും വീഡിയോഗ്രാഫി ആണെന്നുണ്ടെങ്കിലും അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പഠിച്ച കാര്യങ്ങളും ഞാൻ റിസർച്ച് ചെയ്ത് എനിക്ക് കിട്ടുന്ന കാര്യങ്ങളും വെച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്താണ് മാനുവൽ മോഡ് എന്ന് നോക്കാം. നമ്മൾ വീഡിയോഗ്രാഫിയിലാണെങ്കിലും ഫോട്ടോഗ്രാഫിയിലാണെങ്കിലും ബേസിക്കലി 3 സെറ്റിംഗ്സ് ആണ് വരുന്നത്. ISO, അപ്പറേച്ചർ, ഷട്ടർ സ്പീഡ്. ഇതെല്ലാം വളരെ ലളിതമായ രീതിയിൽ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഈ 3 സെറ്റിംഗ്സും ഏതു സാഹചര്യത്തിലും സ്വയം തീരുമാനിച്ച് സെറ്റ് ചെയ്യുന്നതാണ് മാനുവൽ മോഡ്. ഇനി ചിലർക്കെങ്കിലും തോന്നാം, എന്തിനാണ് മാനുവൽ മോഡ് യൂസ് ചെയ്യുന്നത്, ക്യാമറയിൽ തന്നെ ഓട്ടോ മോഡ് ഇല്ലേ എന്നുള്ളത്. മൊബൈലിലാണെങ്കിലും ക്യാമറയിലാണെങ്കിലും ചില അൽഗോറിതങ്ങൾ വെച്ചിട്ടാണ് ബേസിക്കലി ഫോട്ടോ നമുക്ക് തരുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഡെപ്ത് ഓഫ് ഫീൽഡും ആ ഒരു ഫീലും കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ മാനുവൽ മോഡ് യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് മാനുവൽ മോഡിലെ സെറ്റിംഗ്സ് തീരുമാനിക്കാൻ കഴിയുക? അവൈലബിൾ ലൈറ്റും സബ്ജക്റ്റിന്റെ സൈസ്, സബ്ജക്റ്റിന്റെ മൂവ്മെന്റ്, ക്യാമറയുടെ മൂവ്മെന്റ്, ഇതെല്ലാം അറിഞ്ഞിരിക്കുന്നതിലൂടെ നമുക്ക് മാനുവൽ സെറ്റിംഗ്സ് തീരുമാനിക്കാൻ കഴിയും. അപ്പോൾ ഇതെല്ലാം ഓരോ ഫോട്ടോയിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് മനസ്സിലാക്കുന്നതിലൂടെയാണ് ഈ സെറ്റിംഗ്സ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കാര്യമല്ല, വളരെ സിമ്പിളാണ്. കഴിഞ്ഞ വീഡിയോയിലും ഈ വീഡിയോയിലും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുന്നതിലൂടെ നിങ്ങൾക്കത് മനസ്സിലാകും. നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു ഫോണിൽ തന്നെ മാനുവൽ മോഡിൽ പോയി ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു നോക്കുന്നതിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം കാണാൻ കഴിയും. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്